ബഷീർ ദിന ക്വിസ്. ബഷീർ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിൻ്റെ ജനനസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പ്. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1994 ജൂലൈ 5. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. 1943 പ്രസിദ്ധീകരിച്ചു. ബഷീറിന് ബേപ്പൂർ സുൽത്താൻ എന്ന പേര് നൽകിയത് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്നിവരെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെടുന്ന പേര്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള ജയിൽ നോവൽ ഏത്? ഉത്തരം മതിലുകൾ. പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്ക് ബഷീർ ആദ്യം നൽകാൻ ഉദ്ദേശിച്ച പേര് എന്തായിരുന്നു? ഉത്തരം പെണ്ണുങ്ങളുടെ ദുനിയാവ്. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? ഉത്തരം എൻ്റെ ബഷീർ. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം MN കാരശ്ശേരി. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന് ഏറ്റവും പ്രിയപ്പെട്ടതും ബന്ധം പുലർത്തിയിരുന്നതുമായ മരം ഏത്? ഉത്തരം മാങ്കോസ്റ്റീൻ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി? ഉത്തരം ഒഴിഞ്ഞ വീട്. ഉജ്ജീവനം വാരികയിൽ ഏതു തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ്? ഉത്തരം ആകാശമിഠായി. ബഷീർ എഴുതിയ ഏക നാടകം ഏത്? ആൻസർ കമൻറ്റ് ബിലോ. ഉത്തരം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? ഉത്തരം പൂവമ്പഴം. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജാ രാജകുമാരി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജി. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത്? ഉത്തരം തേന്മാവ്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത്? ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഉത്തരം അനീസ് അൻവർ. സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിന് മുട്ടത്തു വർക്കി അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1993. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണിയമ്മ. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഉത്തരം ഷാഹിന, അനീസ്. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആര്?
ഉത്തരം കുട്ടിക്കൃഷ്ണമാരാർ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം റൊണാൾഡ് ഇ. ആഷർ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏതു നോവലിൽ നിന്നാണ്? ഉത്തരം ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കുസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഭാർഗവീ നിലയം, ബാല്യകാലസഖി. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ.